പ്രൊവിൻസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് കാൻഡിഡേറ്റ് അറിയിക്കുന്നതിന് പേരാണ് EOI എന്നും, പ്രൊവിൻസിന് കാൻഡിഡേറ്റിന് ആവശ്യമുണ്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതിൻ്റെ പേരാണ് NOI. NV വഴി ലഭിക്കുന്നതാണെങ്കിലും FSW വഴി ലഭിക്കുന്നതാണെങ്കിലും അത് PR തന്നെയാണ്. ഈ രണ്ടും നൽകുന്നതും ഫെഡറൽ ഗവൺമെൻറ് തന്നെയാണ്. FSW ആണെങ്കിലും PNB ആണെങ്കിലും ആ പ്രൊവിൻസ് ജീവിക്കുക എന്നുള്ളത് ആ പ്രൊവിൻസിന് നൽകുന്നൊരു സേവനമാണ്. ആ സേവനം എന്ന് പറയുന്നത് മിനിമം ആ പ്രൊവിൻസിൽ ഒരു 2 വർഷമെങ്കിലും നിങ്ങൾ ഉണ്ടായിരിക്കാവുന്ന ആൾക്കൂട്ടം കാണുമ്പോൾ കോഴ്സ് എടുക്കുന്നവരുണ്ട്. നാട്ടിൽ മുഴുവൻ ഈ സെമിനാറുകൾ അല്ലെങ്കിൽ എക്സ്പോകൾ ഇത് കണ്ട് കുറേ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ പോയി ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ അത് പരിതാപകരമായി പോകുമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ധാരാളം പേര് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ പേരൻസിനൊക്കെ ഒരു 2 മക്കളുണ്ടെങ്കിൽ ഒരാളെ കാനഡയ്ക്ക്, വേറൊരാളെ UK അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ വിടാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവർ കാണുന്ന പത്രപരസ്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ഓഫറുകളുടെ പുറകെ പോകും. അപ്പോൾ എക്സ്പോ വരുന്നുണ്ട്, ഇന്റേൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടും. കാനഡ ഗവൺമെൻറ് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. ഈ അടിസ്ഥാനപരമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് സുഖകരമായ ഒരു മൈഗ്രേഷൻ ലൈഫ് അവിടെ ഉണ്ടാകും. Welcome back to Parakam Swapna Rajyateki, presented by Amster Immigration Group, and with me it's Aju K. Matthew, General Manager of Amster Immigration. Hi sir, welcome again, welcome back. Thank you. സോ സാർ, കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ കാനഡയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്നും നമ്മൾ കാനഡയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. PR, അതുപോലെ സ്റ്റഡി വിസാസ്, അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാനഡയെ പറ്റിയുള്ള ഒരു വലിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൊവിൻസ് നോമിനേഷനെ പറ്റി നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ധാരാളം റെസ്പോൺസ് ലഭിക്കുന്നു. വളരെ സന്തോഷം. ഈ പറയുന്ന ഇമിഗ്രേഷനെ പറ്റി അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നതിൽ സന്തോഷം. അത്രത്തോളം ശ്രമിക്കുന്നു മാത്രമല്ല, എൻക്വയറി മാത്രമല്ല, ഓഫീസിൽ നേരിട്ട് വരികയും അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് നമ്മുടെ എക്സ്പേർട്സിൻ്റെ അടുത്ത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യും. കാരണം നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് പറയാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഓഫീസുകളും ഇവർക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. അതിന് ഇനിയും എലിജിബിൾ ആണോ അല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നോളൂ അല്ലേ. ഒരുപാട് പേര് സ്കോർ ചെക്ക് ചെയ്യാനും എത്തിയിട്ടുണ്ട്. അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഈ ഇൻഫർമേഷനെ കണക്കാക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് അഗെയിൻ. ഇന്ന് നമുക്ക് കാനഡയിലേക്ക് പോകാൻ മലയാളികൾ എല്ലാ കാലത്തെയും പോലെ ഇൻട്രസ്റ്റഡ് ആണ്, കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു ഡ്രീം സക്സസ് ആക്കുക അല്ലെങ്കിൽ ഡ്രീം അച്ചീവ് ചെയ്യുക എന്നുള്ളതിന്റെ തിരക്കിൽ അവർ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. തീർച്ചയായും അല്ലേ. ഇപ്പോൾ ഡോക്യുമെന്റ്സ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് അത് മറക്കാൻ സാധ്യതയില്ല. എങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതല്ലേ ഈ ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. സോ സാർ, കാനഡയിലേക്ക് PR സെറ്റിൽമെന്റ്, അതുപോലെ FSW PR, PNP വഴിയെല്ലാം സ്റ്റഡി വിസ, ഇങ്ങനെ ഒരുപാട് പാത്വേസ് ഉണ്ട്. എല്ലാത്തിലും ആൾക്കാർ കുടിയേറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അവരുടെ ലക്ഷ്യം, അവരെന്തിനു വേണ്ടിയാണ് കാനഡയിലേക്ക് കുടിയേറുന്നത്. അപ്പം ചിലർ ആഗ്രഹിക്കുന്നത് ഗൾഫിലെ പോലൊരു ജോലി ചെയ്ത് കുറച്ച് കാലം നിൽക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാനഡയിലേക്ക് കുടിയേറുക എന്നല്ല, അവർക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ചില ആൾക്കാർ കൃത്യമായി പ്ലാൻ ചെയ്ത് അവരുടെ ഇമിഗ്രേഷൻ നയങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കാനഡയിൽ നിലവിൽ എത്തിപ്പെടുന്നവരോ അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അവിടുത്തെ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് അറിയാവുന്ന തന്നെയാണ്. ചില സമയങ്ങളിൽ -16, -18 വരെയുള്ള പ്രൊവിൻസുകൾ കാനഡയിലുണ്ട്. ഇനി ചൂട് വരുമ്പോൾ എക്സ്ട്രീം വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 45 ഡിഗ്രി BCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് എക്സ്ട്രീം വരുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് കാനഡ. അത് മനസ്സിലാക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത് അവിടുത്തെ ജോലി സാധ്യതകളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അതിനിപ്പോൾ ധാരാളം അവസരങ്ങൾ അവർക്കുണ്ട്. അവർക്ക് ഇന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലൈഫിലാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും കുറേ നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാനഡയിൽ എത്തിയ ശേഷവും അതിനു മുമ്പും കാനഡയിലുള്ള കമ്മ്യൂണിറ്റികളുമായും ഇന്ത്യൻ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ, ഒത്തിരി ഒരു ഗുഡ് വില്ലിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. ജോബ് സെർച്ച് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം.
അത് ചിലപ്പോൾ ഇന്ത്യയിൽ സെർച്ച് ചെയ്തതിനേക്കാളും ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ജോലി സെർച്ച് ചെയ്തതിനേക്കാളുപരി നല്ല രീതിയിൽ ജോബ് ഹണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ബാക്ക് ടു ബാക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഇതൊക്കെ അടിസ്ഥാനപരമായി കാനഡ എന്ന രാജ്യത്തെ പറ്റി മനസ്സിലാക്കിയ ശേഷം 1 വർഷത്തെയെങ്കിലും സ്ട്രഗിൾ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 1 വർഷം സ്ട്രഗിൾ ഉണ്ടെന്നല്ല, സ്ട്രഗിൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ട് വേണം പഠിക്കാൻ പോകാനാണെങ്കിലോ നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിലോ PNB വഴി പോകാനാണെങ്കിലോ വിസിറ്റ് വിസ എടുത്ത് കാനഡയിൽ പോയി മൂവ് ചെയ്ത് അവിടെ ജോലി കണ്ടെത്താനാണെങ്കിലോ നേരിട്ട് LMIA പോലുള്ള പെർമിറ്റ് എടുക്കാനാണെങ്കിലോ ഈ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലോ ഓൺ സൈറ്റ് ജോബ് കിട്ടിപ്പോയവരാണെങ്കിലോ ഇത്രയേ ഉള്ളൂ കാനഡയിൽ പോകാനുള്ള വഴികൾ. ഇതെല്ലാവരും ഈ അടിസ്ഥാനപരമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് സുഖകരമായ ഒരു മൈഗ്രേഷൻ ലൈഫ് അവിടെ ഉണ്ടാകും. സർ, PR വിസ ലഭിച്ചു പോകുന്നവരും സ്റ്റഡി വിസ ലഭിച്ചു പോകുന്നവരും എക്സ്ട്രീംലി ഡിഫറെന്റ് തന്നെയാണ് ഓഫ് കോഴ്സ്. തീർച്ചയായും. സോ സ്റ്റഡി വിസയിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ എന്തിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? പഠനം ഉപരിപഠനത്തിന് വേണ്ടിയാണ് അവർ പോകുന്നത്. അവർ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ സമീപിച്ച് അവർക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് എടുക്കാം. അത് കോഴ്സ് എടുക്കുന്ന പല ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, ആൾക്കൂട്ടം കാണുമ്പോൾ കോഴ്സ് എടുക്കുന്നവരുണ്ട്. അതായത് നാട്ടിൽ മുഴുവൻ ഈ സെമിനാറുകൾ അല്ലെങ്കിൽ എക്സ്പോകൾ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും കാനഡയിലേക്ക് ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഒരു കോഴ്സ് ഫ്രീ എന്നൊക്കെ ഓഫറുകളാണ്. ഇത് കണ്ട് കുറേ സുഹൃത്തുക്കളൊക്കെ പോയി ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ അത് പരിതാപകരമായി പോകുമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ധാരാളം പേര് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അല്ലാതെ കൃത്യമായി പഠിച്ച് കാനഡയിൽ ഇങ്ങനൊരു കോഴ്സ് എടുത്താൽ വലിയ കുഴപ്പമില്ല, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ കുഴപ്പമില്ല. നമ്മൾ സ്റ്റഡിയെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. നമ്മുടെ എപ്പിസോഡ്സ് പിന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടാൽ മതി, നമുക്കത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്ത് അവർക്ക് ടേസ്റ്റുള്ള കോഴ്സുകൾ എടുത്ത് ഫ്യൂച്ചറിൽ പെർമനൻറ്റ് റെസിഡൻസിയും അല്ലെങ്കിൽ അവർക്ക് സെറ്റിൽമെൻറ്റും കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രൊവിൻസുകളിലേക്കൊക്കെ കയറി പോകുന്ന അല്ലെങ്കിൽ കുടിയേറി പഠിക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല. അവർക്ക് അടിസ്ഥാനപരമായൊരു നോളജ് ഉണ്ട്. ഇതൊരു ഇമിഗ്രേഷൻ പ്രക്രിയയാണ്. എൻ്റെ ഫാമിലി 25-30 ലാക്സ് മുടക്കുന്നത് എനിക്കവിടെ ജീവിക്കാനും ജോലി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഞാൻ പഠിച്ച ശേഷം കോഴ്സിന് കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വരികയോ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാതെയോ ആകിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 20-25 ലാക്സ് വെറുതെ ആയി പോകും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കൊന്നും ഒരു ഫെയിലിയർ സംഭവിക്കില്ല. അവരവിടെ പോവുക, പാർട്ട് ടൈം ജോലികൾ ചെയ്യുക, പഠിത്തത്തിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠനശേഷം അവർക്ക് ജോലി കണ്ടെത്താൻ ശ്രമിക്കുക, അവരുടെ TER NOC ബേസ്ഡ് ആയിട്ടുള്ള ജോലി കണ്ടെത്തി ശേഷം അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് മൂവ് ചെയ്യുക. ആ സമയത്ത് ആംസ്റ്റർ ഇമിഗ്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടാം. നമ്മളവർക്ക് ഫ്രീ ആയി കൗൺസിലിംഗ് നൽകാൻ നമ്മുടെ കാനഡ ലീഗൽ ഓഫീസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള UAE ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ മലയാളി കൗൺസിലേഴ്സും അവർക്ക് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കാനഡയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ട് ആംസ്റ്റർ ത്രൂ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് പോകണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് ഞാൻ ഇങ്ങനെ വാതോരാതെ കാനഡയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8-10 വർഷമായിട്ട് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും എൻ്റെ കമ്പനിയുടെയും എൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും ജോലി കാനഡയിൽ നമ്മൾ ഈ കാണുന്ന മലയാളികളെ സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഏകദേശം 10,500 മലയാളി ഫാമിലീസ് ഇന്നും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലും നമുക്ക് നോമിനേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ധാരാളം പേര് ഇങ്ങനെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ക്ലയൻറ്റ് മുതൽ ഏറ്റവും അവസാനം ഇന്ന് രജിസ്റ്റർ ചെയ്ത ക്ലയൻറ്റ് വരെയും ഞങ്ങൾക്ക് ഒരേപോലെ എക്സ്പീരിയൻസ് ആണ്. അവർ പല ക്രൈറ്റീരിയയിലുള്ള ആളുകളാണ്. അവർക്കൊക്കെ വേണ്ടി സർവീസ് ഞങ്ങൾ കൊടുത്തപ്പോൾ ഈ പറയുന്ന കൃത്യമായ ഇൻഫർമേഷൻ നൽകാൻ ആംസ്റ്റർ ഇമിഗ്രേഷന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ സൗജന്യമായ ഒരു കൗൺസിലിംഗ്, അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരാളുടെ ജോലി തന്നു, ശരി, ഞങ്ങളെന്ന് വിളിച്ച് ചോദിക്കൂ, നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടുണ്ട്, ഒന്ന് കാനഡയിൽ പോവാണ്, ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിൽ വന്ന് ഭാവിയെ പറ്റിയൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. കാരണം പെർമനൻറ്റ് റെസിഡൻസിയാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റഡി വിസയേക്കാൾ ഉപരി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഡീറ്റെയിൽ ആയ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും, അത് ഏത് ക്രൈറ്റീരിയ ആണെങ്കിലും. സാർ, എനിക്കൊരു സംശയം. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല,
ഒരുപാട് പേര് പറഞ്ഞു പോലും കേൾക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റഡി വിസ, ഈ സ്റ്റുഡൻറ് വിസയിൽ ഫ്രീ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ ആൻഡ് എക്സെട്ര. സോ ശരിക്കും ഇതിൻ്റെ ഒരു വാസ്തവം എന്താണ്? കഴിഞ്ഞൊരു 2-3 വർഷം കൊണ്ടാണ് ഇത് വ്യാപകമായി കണ്ടുവരുന്നത്. ഇവിടെ ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ പേരൻസിനൊക്കെ ഒരു 2 മക്കളുണ്ടെങ്കിൽ ഒരാളെ കാനഡയ്ക്ക്, വേറൊരാളെ UK അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ വിടാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവർ കാണും, നമ്മൾ നോക്കുമ്പം പത്രപരസ്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ഓഫറുകളുടെ പുറകെ പോകും. അപ്പോൾ എക്സ്പോ വരുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടും. ഒരിക്കലും അങ്ങനെ കാനഡ ഗവൺമെൻറ് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അത് വെറുതെ പറയുകയാണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അത് ഞാൻ അവന്തിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇവർ ഏറ്റവും വലിയ ഫീസ് ഇട്ടിട്ട് അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് 50% ആക്കി പോകും. എൻ്റെ മോന് അല്ലെങ്കിൽ മോക്ക് സ്കോളർഷിപ്പ് കിട്ടി 50%. അതല്ല, അവർ റിയൽ ഫീസ് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പം സ്കോളർഷിപ്പിന് വേണ്ടി പോയി എങ്കിലും ക്യൂ നിൽക്കുകയൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ അർഹതപ്പെട്ടതാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ ഒരു 85 അല്ലെങ്കിൽ 90% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ 60% മാർക്കുള്ള എല്ലാവരും, അല്ലെങ്കിൽ 65 ഉള്ളൂ, എനിക്ക് 70% ഉള്ളൂ, ഒന്നും സ്കോളർഷിപ്പ് വലിയ പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട. എനിവേ സ്കോളർഷിപ്പ് കിട്ടും, പക്ഷേ ഓഫറുകളുടെ പിന്നാലെ പോകരുത്. സ്റ്റഡി വിസയിൽ പോകുന്നവർ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇമിഗ്രേഷനെ പറ്റി മനസ്സിലാക്കി മൂവ് ചെയ്താൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. സാർ, എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഡൗട്ടാണ്, ഒരുപാട് പേര് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ. ശരിക്കും ഇതൊരു കൺസൾട്ടൻസി ത്രൂ അപ്ലൈ ചെയ്യുന്നതാണോ, സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നതാണോ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളത്? കാനഡ പെർമനൻറ്റ് റെസിഡൻസി മൈഗ്രേഷൻ എന്ന പ്രോസസ്സ് ഈ പറയുന്ന ട്രാൻസ്പെറൻ്റായി ഗവൺമെൻറ് ഓഫ് കാനഡ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളത് കാര്യങ്ങൾ. അത് അതിനെപ്പറ്റി അറിയാവുന്ന, മനസ്സിലാക്കുന്ന, നല്ല രീതിയിൽ സിസ്റ്റം ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള ആളുകളൊക്കെ സെൽഫായി ചെയ്യാറുണ്ട്. പലപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലെ കമൻറ്റിലൊക്കെ വരാറുണ്ട്, ഇത് സ്വന്തമായിട്ട് ചെയ്താൽ പോലും എന്തിനാണ് നിങ്ങളെപ്പോലുള്ള കൺസൾട്ടൻ്റെ റോൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളെക്കുള്ള കൺസൾട്ടൻ്റെ റോൾ എന്ന് പറയുന്നത്, നമ്മളൊരു CICC രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്. ഞങ്ങൾ IRCC എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് കാനഡയുടെ അവരെന്താണോ കാനഡ ഇമിഗ്രേഷൻ നയം, അത് ഇന്ത്യയിലുള്ള മലയാളികളായ കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരിൽ എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ലൈസൻസുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ഇമിഗ്രൻസിനെ സെലക്ട് ചെയ്ത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് ഒരു CICC കൺസൾട്ടൻസി എന്ന നിലയിൽ, അല്ലെങ്കിൽ IRCC എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കി പ്രൊഫഷണലായി ക്വാളിഫൈഡ് ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഏജൻസി വഴി ചെയ്യാത്തവർക്ക്, സെൽഫായിട്ട് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി അവനവന് തന്നെയാണ്. ഞങ്ങൾ വഴി ചെയ്യുമ്പോൾ, ഒരു റെപ്യൂട്ടഡ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസി വഴി ചെയ്യുമ്പോൾ ആ പ്രൊഫൈലിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കായിരിക്കും. ഇതാണ് വ്യത്യാസം. സർ, CICC IRCC എന്ന് സാറ് പറഞ്ഞല്ലോ, ശരിക്കും ഇത് എന്താണ്? മൊബൈൽ ഫോൺ ഒന്ന് എടുക്കാം. യെസ്, ഇതിൽ CICC ഒന്ന് ടൈപ്പ് ചെയ്യുക. CICC കൺസൾട്ടൻറ്റ് കാനഡ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യു ക്യാൻ സി ഫൈൻഡ് ആൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് എന്നൊരു അവിടെ ഒരു ഇത് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ കൺസൾട്ടൻറ്റ് നെയിം എന്ന് കൊടുക്കാം. അവിടെ ആംസ്റ്റർ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാനഡ ലോയറുടെ പേരും, അല്ലെങ്കിൽ കാനഡ ഇമിഗ്രേഷൻ ഞങ്ങളുടെ ഓഫീസ് കോൺടാക്ട് ചെയ്യുമ്പോൾ ആംസ്റ്റർ ഇമിഗ്രേഷൻ കാനഡ എന്ന് കാണിക്കാൻ സാധിക്കും. ഓക്കെ, ഈ സൈറ്റിലൂടെ ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്, ഗവൺമെൻറ് ഓഫ് കാനഡ വെബ്സൈറ്റിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളെ കാണാൻ പറ്റും. ആംസ്റ്റർ എന്ന സ്ഥാപനം അവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഓഫ് കാനഡ അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ആംസ്റ്റർ. ഈ കോളേജ് ഓഫ് CICC എന്ന് പറയുന്നത് കോളേജ് ഓഫ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് ഓഫ് കാനഡ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് കാനഡയ്ക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെയും ഞങ്ങളെപ്പോൾ ആംസ്റ്റർ ഇമിഗ്രേഷൻ കമ്പനികളെയും അംഗീകരിക്കുകയും അവരെ മോണിറ്ററിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അതേപോലെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കൗൺസിലിങ്ങും നൽകുന്നത്. IRCC എന്ന് പറയുന്നത് കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റാണ്. അവരാണ് കാനഡ ടോട്ടൽ ഇമിഗ്രേഷനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അവരെ നയപ്രകാരം തന്നെയാണ് ഓരോ ഇമിഗ്രേഷൻ നയങ്ങളും കാനഡ രൂപീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി അല്ലെങ്കിൽ കൗൺസിലേഴ്സ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഉൾപ്പെടുന്ന കൗൺസിലിംഗ് ടീം പ്രവർത്തിക്കുന്നത് ഇവരുടെ മാർഗനിർദ്ദേശം പ്രകാരം തന്നെയായിരിക്കും.
സാർ, ഒരു രജിസ്ട്രേഡ് ഇമിഗ്രേഷൻ കൗൺസിലർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലൈക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ മൊബൈലിൽ കാണിച്ചു തന്നിട്ടില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാനഡയിലെ ഒരു വിസയെ പറ്റി സംസാരിക്കുവാണ്, നിങ്ങളോട് ഒരാൾ റെപ്രസെൻറ്റേറ്റീവ് സംസാരിക്കുമ്പോൾ ആദ്യം ഈ പറയുന്ന CICC കൺസൾട്ടൻ്റ് എന്ന് ഗൂഗിൾ ചെയ്യുക, അവരുടെ പേര് അവിടെ ഉണ്ടോ എന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൺസൾട്ടൻറ്റ് ജെന്യൂൻ ആണെന്നും അവർ ഈ പറയുന്ന CICC മെമ്പറാണ് അവർക്ക് മനസ്സിലാക്കാം. അവിടെ ഇല്ലെങ്കിൽ അവരൊരു റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, ആംസ്റ്റർ ഗ്രൂപ്പ് ത്രൂ ഒരുപാട് ക്ലയൻസ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ശ്രമിക്കുകയും ചെയ്യും. സോ വൈ ഷുഡ് ദേ? അതിനുള്ളൊരു ആൻസർ തരാൻ പറ്റും? യെസ്, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അവന്തിക, ഐ ക്യാൻ ഗിവ് യു എ ബുക്ക്. ഓക്കെ. ഇത് ഇമിഗ്രേഷൻ പിന്നെ സക്സസ് സ്റ്റോറി ബുക്ക് എന്ന് പറയും. കഴിഞ്ഞ 2 വർഷത്തെ ഒന്ന് ചേർത്തിട്ടായിരുന്നു നമ്മളിത് പബ്ലിഷ് ചെയ്യുക. അപ്പം ഇതിലൂടെ ഏകദേശം ഒരു 2000ഓളം ഫാമിലികളുടെ സ്മൈലിംഗ് ഫേസസ് താങ്കൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവരൊക്കെ ഇന്ന് കാനഡയിൽ കുടിയേറി കഴിഞ്ഞവരാണ്. അപ്പം നിലവിൽ ഇതേപോലെ ഒരു സെറ്റ് ഓഫ് ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ ഞങ്ങളുടെ ബുക്കിൽ ഇടം പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചാൽ, ഒരു കാനഡയിലേക്ക് കുടിയേറുന്നതിന് വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ സെൽഫായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് കൺസൾട്ടൻറ്റിൻ്റെ സപ്പോർട്ട് എടുക്കാൻ സാധിക്കും. ആംസ്റ്റർ ഇമിഗ്രേഷൻ ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ ഗവൺമെൻറ് ഓഫ് കാനഡ അംഗീകാരം നേടിയ ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാനഡ ഇമിഗ്രേഷന് വേണ്ടി മാത്രം, ഞങ്ങൾ സ്റ്റുഡൻറ്റ് പ്രോഗ്രാമോ വേറെ ഒരു കാര്യവും ചെയ്യാതെ കാനഡയിൽ പെർമനൻറ്റ് റെസിഡൻസി പ്രൊഫഷണൽസ് നേടിക്കൊടുക്കുക എന്നത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഒരു പിന്നെ ടാഗ് ലൈനിലോ എവിടെയെങ്കിലും സ്കോളർഷിപ്പ് തരുമെന്നോ ഇൻറ്റേൺഷിപ്പ് തരുമെന്നോ അല്ലെങ്കിൽ സ്റ്റഡി വരൂ ഞങ്ങൾക്ക് നാളെ നിങ്ങളെ രക്ഷപ്പെടുത്താമെന്നൊന്നും അല്ല പറയുക. ഞങ്ങൾ പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇതൊക്കെ റീസെൻ്റ്ലി നമുക്ക് സക്സസ് ആയവരാണ്, ഡോക്ടേഴ്സ്, നഴ്സസ്, എഞ്ചിനീയേഴ്സ്, ഡെൻറ്റിസ്റ്റ്, ഇവരൊക്കെ ആംസ്റ്ററിലേക്ക് കയറി വരുമ്പോൾ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കാൻ എന്നേക്കാൾ മിടുക്കരായ കൗൺസിലിംഗ് ടീം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും. കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ആൾക്ക് നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷനും ചെറിയ പോയിന്റ് ഓഫ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമ്പോഴാണ് അവർക്ക് ഈ പ്രോഗ്രാമിൽ ഇറങ്ങിത്തിരിക്കാൻ ഒരു ഇഷ്ടം തോന്നുന്നത്. അപ്പം അങ്ങനെ ഇഷ്ടം തോന്നിപ്പിക്കുകയും അതിന് അവർക്ക് കൊടുക്കുന്നത് ഇതേപോലുള്ള 100 കണക്കിന് ആളുകളുടെ ടെസ്റ്റിമോണീസ് ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ഇതവർക്ക് ഞങ്ങൾ റെഫറൻസ് ആയിട്ട് കൊടുക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ 100 കണക്കിന് ഡെൻറ്റിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഫയലുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ ഇത് കണ്ടോളൂ, നിങ്ങളെ പോലുള്ള ഒരു ഡെൻറ്റിസ്റ്റാണ്, അവർ ഇത്ര കാര്യങ്ങൾ ചെയ്തപ്പോൾ കാനഡയിൽ നേരിട്ട് കയറിപ്പോകുന്നു, അവർക്ക് ഇന്ന ലൈസൻസും കാര്യങ്ങളുണ്ട്, അത് ഞങ്ങളവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു നേഴ്സാണ്, അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണലാണ്. അത് കേരളത്തിലുള്ള അത്യാവശ്യം വിദ്യാസമ്പന്നരും എക്സ്പീരിയൻസ് ആയ ആളുകൾ ആംസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സൊല്യൂഷൻ, അവർ ലക്ഷ്യം ഇഷ്ടം കാനഡയാണെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് 100 കണക്കിന് എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനിയും ഈ പറയുന്ന ഈ മാസം തോറും അല്ലെങ്കിൽ ഇന്ന് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുന്നവരെ ഞങ്ങൾ അടുത്ത ഫ്യൂച്ചർ വരുന്ന വർഷങ്ങളിൽ ഇതേപോലുള്ള അടുത്ത ഒരു സക്സസ് സ്റ്റോറി ബുക്കിൽ അവരെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആംസ്റ്ററിലേക്ക് എന്തിനാണ് നിങ്ങൾ വരേണ്ടത്? സർ, ജസ്റ്റ് ഒരു 2 ഇയേഴ്സിൻ്റെ സ്മൈലിംഗ് ഫേസസ് ആണ് ഞാൻ ആ ബുക്സിൽ കണ്ടത്. സോ ഇവരെല്ലാം എന്തുകൊണ്ടാണ് ആംസ്റ്റർ സെലക്ട് ചെയ്യുന്നത്? അതായത് PR സെറ്റിൽമെൻറ്റ് എന്നൊരു ഡ്രീം വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ, ക്ലയൻസ് വരുമ്പോൾ അവർ ഡയറക്റ്റ് സെലക്ട് ചെയ്യുന്നത് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഗ്രൂപ്പിനെ തന്നെയാണ്. ഇതിനുള്ള കാരണം എന്താവാം? ഒന്ന്, അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ ഒരിക്കലും പറയില്ല നിങ്ങൾ ഈ പറയുന്ന ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ IELTS മതി, ഇതൊന്നും അല്ല നമ്മൾ പറയുക. നമുക്ക് റിയാലിറ്റീസ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിലവിൽ എന്താണ് കാനഡ ഇമിഗ്രേഷൻ്റെ അവസ്ഥ എന്നവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ പറയുന്ന എക്സാമ്പിൾ പ്രൊഫൈലുകൾ നമ്മളെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പോലും കൊടുക്കാൻ സാധിക്കാൻ അത്രയധികം പ്രൊഫൈലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ സ്ട്രോങ് ആയ കൗൺസിലിംഗ് ടീമുണ്ട്, സ്ട്രോങ് ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ CICC രജിസ്റ്ററിൽ ഒരു ലീഗൽ ടീം കാനഡയിലുണ്ട്. അപ്പം ഇത്രയും പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരു വേറൊരു ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. യെസ്. അപ്പോൾ എല്ലാവരും കൂടുതൽ ഡീറ്റെയിൽസ് ആൻഡ് കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ട് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. സോ സർ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് എപ്പിസോഡിൽ താങ്ക് യു സോ മച്ച്.
പേര് കിങ്സൺ ആണ്. എൻ്റെ വൈഫാണ് പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ട്. പേര് അൻസു ചാക്കോ. ഷീസ് എ ഫാർമസിസ്റ്റ് ആൻഡ് ഞാൻ എഞ്ചിനീയറാണ്. ആംസ്റ്ററിനെ പറ്റി അറിയുന്ന വെച്ചാൽ എൻ്റെ എൻറ്റയർ ഫാമിലി ആംസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ ഫാമിലി റിലേറ്റീവ്സ് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ സിസ്റ്ററും ആംസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. ഷീ ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ആംസ്റ്റർ ആൻഡ് കമ്മിങ് April 8നും പുള്ളിക്കാരിക്കും ഒണ്ടാരിയോയിലോട്ട് തന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള അപ്രൂവൽ എല്ലാം കിട്ടി. ഓൾമോസ്റ്റ് എല്ലാം പ്രൊസീജിയേഴ്സും ഡണ്ണായി. ആൻഡ് ഞങ്ങൾക്ക് ആംസ്റ്റർ ഈസ് ലൈക്ക് എ തേർഡ് കൺസൾട്ടൻറ്റ്. അതിന് മുമ്പ് ഞങ്ങൾ ഓൾറെഡി രണ്ട് കൺസൾട്ടൻറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു മെൻഷൻ ദ നെയിം. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടുത്തെ എക്സ്പീരിയൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടേണ്ട റെസ്പോണ്ട് കറക്റ്റ് ടൈമിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന കാരണം ദ ടൈം ഡ്യൂറേഷൻസ് പലപ്പോഴും ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും. ബട്ട് അറ്റ് ദ സെയിം ടൈം എഡ്യൂക്കേഷൻ പർപ്പസിലായാലും എൻ്റെ സിസ്റ്ററിലേക്ക് വേണ്ടി ഫുൾ ഞാൻ തന്നെയാണ് ചെയ്തത്. എൻ്റെ സിസ്റ്ററാണ് എനിക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത് ആംസ്റ്ററിലോട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കുന്നു പറഞ്ഞ്. എൻ്റെ ഓൾറെഡി കുറേ ഫിനാൻഷ്യൽ ഡ്രോപ്പ് ആയിട്ടുണ്ട് ആ പഴയ കാര്യങ്ങളെല്ലാം. ബട്ട് സ്റ്റിൽ ഞാൻ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ച് ഇവിടെ വന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് റിയലി വർത്ത് ഫോർ ഇറ്റ്. ആൻഡ് ഐ നെവർ ഗെറ്റ് എനി ഡിസപ്പോയിൻമെൻറ്റ് ഫോർ എനി വൺ. ലൈക്ക് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആരെയും അറിയില്ല. ബട്ട് സ്റ്റിൽ വിഷ്ണുപ്രിയ മാം, ആതിര മാം, പിന്നെ ഷമി മാം, പിന്നെ രാജേഷ് മാം, കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. എപ്പോൾ വിളിച്ചാലും പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ whenever I call them, they used to respond at the any time. രാത്രി വിളിച്ചാൽ പോലും ചിലപ്പോഴൊക്കെ അവരുടെ ഒരു പേഴ്സണൽ ടൈം ആയിരിക്കും. ബട്ട് സ്റ്റിൽ they used to respond and I'm very thankful for that. And anyway, thank you so much. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് ഇനി ഫർദറും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഷുവർ. താങ്ക് യു സോ മച്ച്.